ആൽഫ പാലിയേറ്റീവ് കെയർ സംഘടിപ്പിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പാലിയേറ്റീവ് കെയർ ശില്പശാല, അത് തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം ജില്ല വരെ ഇന്നു മുതൽ ആരംഭിച്ച് 14-ാം തീയതി സമാപിക്കുന്ന രീതിയിൽ ഓരോ ജില്ലയിലും ഈ 2 ശില്പശാലകൾ വീതം തുടങ്ങുന്നതിൻ്റെ ആരംഭമാണെന്ന് ആൽഫ പാലിയേറ്റീവ് കെയർ സന്നദ്ധ പ്രവർത്തക ശില്പശാല നിങ്ങളേവരുടെയും അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. നെയ്യാറ്റിൻകര പ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള പ്രദേശങ്ങളിലെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലും ഒക്കെ എത്തിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു കടമയാണ് നമുക്കുള്ളത്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ക്യാൻസർ രോഗികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നൽകുന്ന ഒരു പരിചരണ രീതി എന്ന രീതിയിലാണ് പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ആൽഫ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം അനുസരിച്ച് മാറാത്ത ഘട്ടത്തിലായി പോയ എന്ത് രോഗം കൊണ്ടാണെങ്കിലും മാറാത്ത ഘട്ടത്തിലാണെങ്കിലും പാലിയേറ്റീവ് കെയറാണ്. സമയം